നമസ്കാരം. പുതിയ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ഷൻ ക്ലാസ്സുകളാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെയൊക്കെ ക്ലാസ് എടുക്കുമായിരുന്നു. പിന്നീട് ആ, പിന്നെ യൂട്യൂബിൽ ക്ലാസ്സുകൾ ഇടുമായിരുന്നു. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നേരത്തെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടതിനനുസരിച്ച് വീണ്ടും ഈ വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷൻ 2026 നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിലുള്ള ആൾക്കാർക്ക് സഹായകരമായേക്കാവുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ക്ലാസ്സുകൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഒരിക്കലും ഒരു ഔദ്യോഗികം അല്ല. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ബന്ധപ്പെട്ട സെക്ടർ ഓഫീസറെ, റിട്ടേണിംഗ് ഓഫീസറൊക്കെ ആയിട്ട് തന്നെയാണ് ബന്ധപ്പെടേണ്ടത്. ഈ ക്ലാസ്സുകളൊക്കെ ഒരു സപ്ലിമെൻ്റ് ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു ചെറിയ വിട്ടുവീഴ്ചകൾ പോലും ഈ ക്ലാസ്സിലും പറയില്ല. അവിടെ എന്തൊക്കെയാണോ ആ രീതിയിൽ തന്നെയാണ് ഇലക്ഷൻ നടക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉള്ള കാര്യങ്ങൾ മാത്രമേ ഈ ക്ലാസ്സുകളിലും പറയുകയുള്ളൂ. മാത്രമല്ല, അതിൽ ഒരു തെറ്റുകൾ വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കും. ഞാൻ പറയാനുള്ളത് ഇതാണ്, ഔദ്യോഗിക ക്ലാസ് അല്ല ഒരിക്കലും ഇത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ബന്ധപ്പെട്ട ആൾക്കാരെ നിങ്ങൾ ബന്ധപ്പെടണം. അപ്പം നമ്മൾ ഇത്തരത്തിൽ ഒരു ക്ലാസ്സുകൾ ഇടുമ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് പാസീവായിട്ട് ശ്രദ്ധിച്ച് കേട്ട്, ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടാവും, അറിയാത്ത കാര്യങ്ങളുണ്ടാവും, ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന രീതി ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ക്ലാസ്സുകളൊക്കെ അറിയുന്നവർ പോലും ഒന്ന് പാസീവായിട്ട് കേട്ടുപോവുക. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി കഴിയും. ഇപ്പം ഞാൻ നേരെ ക്ലാസ്സിലേക്ക് പോകണം. നമുക്ക് ആദ്യം ഈ തലേന്ന്, അതായത് ഇലക്ഷന്റെ തലേന്ന് നമ്മൾ പോളിംഗ് ബൂത്തിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ എത്തുകയാണ്. അല്ല, സാധനങ്ങൾ വിതരണം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ എത്തിയാൽ നമ്മൾ ആദ്യം അവിടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് പോളിംഗ് ഓഫീസർമാർ 3, ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 3 പോളിംഗ് ഓഫീസർമാരുമാണ് ആകെ ഉള്ളത്. പ്രിസൈഡിംഗ് ഓഫീസറും ഫസ്റ്റ് പോളിംഗ് ഓഫീസറും സെക്കൻഡ് പോളിംഗ്, തേർഡ് പോളിംഗ്, ഇത്രയും ഉദ്യോഗസ്ഥരാണ് ഒരു പോളിംഗ് എലക്ഷൻ ടീം എന്ന് നമുക്ക് പറയാവുന്നത്. ഒരു പോളിംഗ് സ്റ്റേഷനിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നവര് ഈ 4 പേരാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയാം. ഞാൻ ഈ പറയുന്നതൊക്കെ ആദ്യമായിട്ട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുന്ന ഒരാളെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. ചിലർക്ക് പലതവണ പോയവരുണ്ടാവും, പലതവണ കാര്യങ്ങൾ നന്നായിട്ട് അറിയുന്നവരൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞാൻ അത് ഉദ്ദേശിക്കുന്നില്ല. ആദ്യമായിട്ട് പോകുന്ന ഒരാളെ വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഇടുന്നത്. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ 4 പേരും കൂടി ചേർന്ന് നമ്മളുടെ അറ്റൻഡൻസ് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പോളിംഗ് മെറ്റീരിയൽസ്, പോളിംഗ് സ്റ്റേഷനിലേക്ക് ആവശ്യമുള്ള പോളിംഗ് മെറ്റീരിയൽസ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ പോളിംഗ് മെറ്റീരിയൽസ്, അവിടെ ലഭിക്കുന്ന പോളിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നാണ് ഈ അനക്സർ 3യിൽ നമ്മൾ പറയുന്നത്. അത് നിങ്ങൾ ഈ അനക്സർ 3 എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് പോളിംഗ് മെറ്റീരിയൽസ് ഫോർ എ പോളിംഗ് സ്റ്റേഷൻ, ഒരു പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള പോളിംഗ് മെറ്റീരിയൽസിന്റെ ലിസ്റ്റാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ അതുമായി ഒന്ന് ബന്ധപ്പെടേണ്ടതാണ് എന്നാണ്. എല്ലാം ഒന്ന് പരിചയപ്പെടണം. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ബാലറ്റ് യൂണിറ്റ് ഉണ്ട്, മാർക്ക്ഡ് കോപ്പി ഓഫ് ദ ഇലക്ട്രോൾ ഉണ്ട്, വർക്കിംഗ് കോപ്പീസ് ഓഫ് ഇലക്ട്രോൾ ഉണ്ട്, ബാലറ്റ് പേപ്പേഴ്സ്, ടെൻഡേഡ് ബാലറ്റ് പേപ്പർ ഉണ്ട്, ASD ലിസ്റ്റ്, CSV ലിസ്റ്റ്, ഇഫ് എനി, ബ്രെയിലി ബാലറ്റ് ഷീറ്റ്, ഡമ്മി ബാലറ്റ് യൂണിറ്റ്, വോട്ടിംഗ് കമ്പാർട്ട്മെന്റ്, സ്റ്റാറ്റ്യൂട്ടറി ബുക്കിലെറ്റ്, വൈറ്റ് കളർ രജിസ്റ്റർ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫോംസ് ഒക്കെ തന്നെ, ഇതിനകത്ത് ഫോംസ് ഒക്കെ തന്നെ പല കളറിലുള്ള ബുക്കിലെറ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഈ ബുക്കിലെറ്റ് ആകുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി സൗകര്യമാണ്.
അല്ലാതെ സിംഗിൾ ഫോംസ് ആയിട്ടാ തരുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇത് നാല് വഴിക്ക് മേശയിൽ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുക ചെയ്യുക. അപ്പോൾ ആകെ കൂടി ഒരു കൺഫ്യൂഷനും ഒരു ഹറിബറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും. അത് മാറി ഇപ്പോൾ ബുക്കിലെറ്റ് ആണ്. ഓരോ പിന്നെ ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഗവർണർ ഒരു ബുക്കിലെറ്റ്, അങ്ങനെ ബുക്കിലെറ്റ് ആയിട്ടാണ് ഈ ഫോംസ് ഒക്കെ നമുക്ക് തന്നിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി യെല്ലോ കളറിലുള്ള ബുക്കിലെറ്റ്, പിന്നെ വൈറ്റ് കളറിലുള്ള ബുക്കിലെറ്റ്, ബ്ലൂ കളറിലുള്ള ബുക്കിലെറ്റ്, അങ്ങനെ ഓരോന്നിനും തരം തിരിച്ചിട്ടുള്ള. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ദയവായി ആദ്യം തന്നെ എന്തൊക്കെയാണ് ഈ സാധനങ്ങൾ എന്ന് ഒന്ന് നോക്കി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ അനക്സർ 3 സാന്നിധ്യത്തിൽ നിങ്ങൾ ഈ ലിസ്റ്റിലുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണ് എന്ന് നോക്കി മനസ്സിലാക്കുക. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അവിടെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ ചെന്നിട്ട് ആദ്യമായിട്ട് ഇത് കാണുന്നതിന് പകരം നമ്മൾ ഇതുമായിട്ടൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി എന്തായിരിക്കും ഈ സാധനങ്ങളൊക്കെ എന്നും മനസ്സിലാക്കുന്നതാണ് ആദ്യമായിട്ട് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അനക്സ് 3യുടെ ലിസ്റ്റാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഈ അനക്സ് 3 പ്രകാരം നമ്മൾക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് കംപ്ലീറ്റ് നമ്മൾ ഈ അവിടെ നിന്ന് ചെക്ക് ചെയ്യും. ഈ മെറ്റീരിയൽസിലൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ വാഹനത്തിൽ കയറുന്നു. ആ വാഹനത്തിൽ നമ്മൾ ഏത് ബൂത്തിലാണോ നമ്മളുടെ പോളിംഗ് സ്റ്റേഷൻ, ആ ബൂത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ആക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ള ആദ്യത്തെ കാര്യം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, നമ്മൾ അങ്ങനെ പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതെല്ലാമായിട്ട് പോളിംഗ് മെറ്റീരിയൽസൊക്കെ ആയിട്ട് നമ്മൾ പോളിംഗ് സ്റ്റേഷനിലെത്തിയാൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് ഓർമ്മിച്ച് വെക്കണം. പ്രധാനമായിട്ടും ഇപ്പോഴത്തെ സ്കൂളുകളായിരിക്കും അധികം പോളിംഗ് സ്റ്റേഷനായിട്ട്. ഇപ്പോഴൊക്കെ തന്നെ എല്ലാ ക്ലാസ്സുകൾക്കും മിക്കവാറും ക്ലാസ്സുകൾക്കൊക്കെ 2 വാതിലുകൾ ഉണ്ടാവും. അപ്പം 2 വാതിലുകളുള്ള ഒരു റൂമാണെങ്കിൽ പോളിംഗ് ബൂത്തായിട്ട് ഉപയോഗിക്കുന്നത് ഏറ്റവും സൗകര്യപ്രദമാണ്. ഒരിടത്ത് എൻട്രിയും ഒരിടത്ത് എക്സിറ്റുമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. ഇപ്പം നമ്മൾ ഈ പോളിംഗ് ബൂത്തിൽ പിന്നെ എത്ര എക്സ്പേർട്ട് ആണെങ്കിലും ശരി, ഈ 4 പേരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രിസൈഡിംഗ് ഓഫീസറും ബാക്കി ടീമും വേറെ വേറെയല്ല. പ്രിസൈഡിംഗ് ഓഫീസറും ഈ 3 ഓഫീസർമാരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണം. ഇപ്പോൾ ഓരോ കാര്യങ്ങളിലും പോളിംഗ് പിന്നെ സ്റ്റേഷൻ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ തന്നെ ഫസ്റ്റ് പോളിങ്ങിൻ്റെയും ബാക്കിയുള്ളവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ശേഖരിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. മറ്റൊന്ന്, നമുക്ക് അനുവദിച്ചിരിക്കുന്ന പോളിംഗ് ബൂത്ത് മാറി വേറൊരു റൂം എടുക്കാനുള്ള അവകാശം നമുക്ക് ഉണ്ടാവില്ല. ഏത് റൂമാണോ നമുക്ക് അനുവദിച്ചിരിക്കുന്നത് അവിടെ തന്നെ നമ്മൾ ഈ പോളിംഗ് സ്റ്റേഷൻ സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ പോളിംഗ് ബൂത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രിസൈഡിംഗ് ഓഫീസർ സിംഗിൾ ആണ്. ഈ പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എല്ലാവരും അടുത്തടുത്തിരിക്കുക എന്നതാണ് ഏറ്റവും സൗകര്യപ്രദമായ ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ വോട്ടർ ആദ്യമായിട്ട് കടന്നു വരുന്ന വോട്ടറെ കണ്ട് വോട്ടർ ആദ്യം എത്തുന്നത് ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്കാണ്. ആ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ ആ വോട്ടറുടെ മുഖം കാണാൻ തക്കവണ്ണം ആണ് ഏജന്റുമാർ ഇരിക്കേണ്ടത്. അപ്പോൾ അത്തരത്തിലിരിക്കുമ്പോൾ കഴിവതും ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പോളിംഗ് ഓഫീസർമാരുടെ പുറകിലായിട്ടായിരിക്കും പിന്നെ പോളിംഗ് ഏജൻസിന് ഇരിക്കാനുള്ള സ്ഥലം ഒരുക്കേണ്ടത്. ഏറ്റവും നന്നായിരിക്കും, അങ്ങനെയാണ് ഏറ്റവും നന്നാവുക. അതല്ല ആ ക്ലാസ് റൂമിൻ്റെ സിറ്റുവേഷൻ വേറൊരു രീതിയിലാണെങ്കിൽ അതുപോലെയും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതാണ് നമ്മൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് വേറൊരു ടേബിളും ചെയറും, ബാക്കി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അടുത്തടുത്ത് ഉള്ള ഒരു സംവിധാനമായിരിക്കും കുറച്ചുകൂടി നന്നാവുക. അപ്പോൾ അത്തരത്തിൽ ഒരു പോളിംഗ് ബൂത്ത് സെറ്റ് ചെയ്യലാണ് നമ്മൾ ഇവിടെ പോളിംഗ് സ്റ്റേഷനിൽ എത്തിയാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്റ്റേഷൻ സെറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റിൻ്റെ അടുത്ത് വന്നു, സെക്കൻഡിൻ്റെ അടുത്ത് പോയി, തേർഡിൻ്റെ അടുത്ത് പോയിട്ടാണ് നമ്മൾ എവിടെ പോകുന്നത്, ഈ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അദ്ദേഹം ഇതിനൊക്കെ കഴിവതും ഒരു ബെഞ്ചൊക്കെ ഇട്ട് ഒരു വഴി ഉണ്ടാക്കുന്നത് നല്ലതാണ്. പോകാനും തിരിച്ചിറങ്ങി അടുത്ത വാതിലിലൂടെ പോകാനും ഒക്കെ. ഇങ്ങനെ തുറന്ന് അങ്ങ് കടന്നാൽ എന്നുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ വോട്ടർ പിന്നെ വോട്ട് ചെയ്തോളാൻ പറഞ്ഞ് വിട്ടാൽ ചിലപ്പോൾ ചില ആൾക്കാർ ഈ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോകാതെ നേരെ അങ്ങ് പോകും. അപ്പോൾ ഒരു ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കിയ ഒരു വഴിയിലൂടെ
ആ കമ്പാർട്ട്മെന്റിലേക്ക് എത്തി അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുന്ന ഒരു രീതിയിലുള്ള ഒരു സെറ്റിംഗ് ആയിരിക്കും നമുക്ക് എപ്പോഴും നല്ലത് എന്നാണ് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുറത്ത് നമുക്ക് ഈ ആൾക്കാർക്ക് വോട്ടർമാർക്ക് ക്യൂ നിൽക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം. അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എൻട്രിയിൽ ആണ് ആ സ്ഥലം ഉണ്ടാക്കേണ്ടത്. പുറത്ത് ശരിക്കും 2 ക്യൂ അല്ല 3 ക്യൂ നിൽക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. 3 ക്യൂ ആവാം. അപ്പോൾ 3 ക്യൂ എന്ന് പറയുന്നത് 1 പുരുഷന്മാർക്കുള്ളത്, 2 സ്ത്രീകൾക്കുള്ളത്, മൂന്നാമത്തതൊരു ക്യൂ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരും മുതിർന്നവരുമായിട്ടുള്ള ആൾക്കാർക്കാണ് മൂന്നാമത്തെ ക്യൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പോലീസ് പേഴ്സണലോട് വിശദമായി കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പുരുഷന്മാരുടെ ക്യൂ എന്ന് പറയാം. അപ്പോൾ ഇവർക്ക് പിന്നെ കൈക്കുഞ്ഞുമായി വരുന്ന അമ്മമാർക്ക് മുൻഗണന കൊടുക്കണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന വാചകങ്ങളിൽ ഒന്നിതാണ്, ഒരു പുരുഷൻ പോളിംഗ് ബൂത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു പുരുഷന് 2 സ്ത്രീക്ക് കടന്നിട്ട് ഒരു പുരുഷന് പെർമിഷൻ കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് പുറമെ മൂന്നാമത്തെ ക്യൂ ആണ് നമ്മൾ ഭിന്നശേഷിക്കാരും മുതിർന്നവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫലത്തിൽ 3 ക്യൂ ആണ് വേണ്ടത്. അതിൽ ഭിന്നശേഷിക്കാരും മുതിർന്നവർക്കും എപ്പോഴും ആ ക്യൂ നിലനിൽക്കുന്നതല്ല. ഇടയ്ക്കെപ്പോഴേലും വരുമ്പോൾ അവരെ ഒന്ന് കയറ്റി വിടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അപ്പോൾ ഞാൻ പറഞ്ഞു, പോകാനും വരാനും ഒക്കെ പ്രത്യേക എൻട്രൻസ് ഇട്ട് 2 വാതിലാണെങ്കിൽ എൻട്രൻസ് ഉണ്ടെങ്കിൽ 1 വാതിലേ ഉള്ളെങ്കിൽ ആ പോകാനും വരാനും ഒക്കെ ആയിട്ട് പ്രത്യേക ബെഞ്ച് ഇട്ട് വഴികൾ തിരിച്ച് ഉണ്ടാക്കി ഒരു സെറ്റിങ്സ് നമ്മൾ നടത്തണം. നമുക്കറിയാം, ഈ ബാലറ്റ് യൂണിറ്റും വിവിപാറ്റുമാണ് വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ ഉണ്ടാവുക. ഈ വോട്ട് ചെയ്യുന്ന കമ്പാർട്ട്മെന്റിൽ ബാലറ്റിംഗ് യൂണിറ്റും വിവിപാറ്റും ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്കറിയാം, ഈ ബാലറ്റ് യൂണിറ്റും വിവിപാറ്റും എന്ന് പറയുന്നത്, ഒരു വോട്ടർ ഈ കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്ന സമയത്ത് വലത് കൈയുടെ ഭാഗത്ത്, അദ്ദേഹത്തിന്റെ വോട്ടറുടെ വലത് കൈയുടെ ഭാഗത്ത് ഇരിക്കേണ്ട സാധനം ബാലറ്റിംഗ് യൂണിറ്റ് ആണ്. അതിന്റെ തൊട്ട് ഇടതുഭാഗത്താണ് ഈ വിവിപാറ്റ് ഇരിക്കേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് വെക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. വോട്ടർ കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്ന സമയത്ത് വോട്ടറുടെ വലതുവശത്ത് ബാലറ്റിംഗ് യൂണിറ്റും അതിന്റെ ഇടതുവശത്തായിട്ട് പിന്നെ വിവിപാറ്റുമാണ് വെക്കേണ്ടത്. ഇനി നമ്മളിത് വോട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത്, ഈ പോളിംഗ് ബൂത്ത് സെറ്റ് ചെയ്യുന്ന സമയത്ത് വോട്ടിങ്ങിന്റെ സീക്രസി നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. ഇപ്പൊ ബാലറ്റിംഗ് യൂണിറ്റും വിവിപാറ്റും ഒന്നും കൊണ്ടുപോയിട്ട് ജനലിന്റെ അടുത്ത് വെക്കരുത്. അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ജനലിന്റെ അടുത്ത് വെക്കുമ്പോൾ ഈ വോട്ടിങ്ങിന്റെ സീക്രസി നഷ്ടപ്പെടും. മറ്റൊന്ന്, ഈ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന പാസേജിൽ, ആ വഴിയിലൊന്നും വയറുകൾ തടസ്സമായിട്ട് നിൽക്കരുത്. അപ്പം നമ്മൾ തലേന്ന് തന്നെ ഈ ബൂത്ത് സെറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വയറുകൾ കടന്നു കഴിഞ്ഞാൽ, അത് കാലയിലെങ്ങാനും തട്ടിക്കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റും തെറിച്ചു, അപ്പുറത്ത് കമ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെ തെറിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വയറുകളൊക്കെ പ്രത്യേകം യാതൊരു വിധത്തിലും ഒരു വോട്ടർ ചവിട്ടാൻ ഇടവരുന്ന രീതിയിലുള്ള സെറ്റിംഗ് ആവരുത് നമ്മൾ നടത്തുന്നത്. അപ്പോൾ തലേന്ന് തന്നെ ആ പോയിന്റ് ഒക്കെ നമ്മൾ നോക്കി വേണം ഈ ബൂത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഒന്ന് തലേന്ന് സെറ്റ് ചെയ്ത് നോക്കുക, ബൂത്ത് ഒന്ന് തലേന്ന് തന്നെ സെറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വിവിപാറ്റിൻ്റെയും ബാലറ്റിംഗ് യൂണിറ്റിൻ്റെയും ഒന്നും വയറുകൾക്ക് നീട്ടം കൂടുതലായിരിക്കും. അങ്ങനെ നീട്ടം കൂടുതലുള്ള കേബിളുകൾ നമ്മൾ തൂങ്ങിക്കിടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി അതൊക്കെ ഈ തൂങ്ങിക്കിടക്കുന്ന ഉണ്ടെങ്കിൽ അത് ആ ടേബിളിൽ തന്നെ ഒരു സെലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെക്കാനാണ് പറയുന്നത്. വയറ് തൂങ്ങിക്കടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ അത് ആ കേബിള് ഉപകരണത്തിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി, തൂങ്ങിക്കിടക്കിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഈ മേശയുടെ കാലിൽ സെലോ ടേപ്പ് വെച്ച് ചുറ്റി ബലപ്പെടുത്തി അവിടെ നിർത്താനാണ് പറയുന്നത്. ഇനി ക്യൂവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി അപ്പം ബൂത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ആ ബൂത്തിൻ്റെ 200 മീറ്ററോളം പരിധിക്കുള്ളിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പ്രത്യേകമായിട്ടുള്ള വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ള കടലാസുകളോ ബാനറുകളോ പോസ്റ്ററുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നീക്കം ചെയ്യേണ്ടതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തലേന്ന് ചെന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, പോളിംഗ് ഏരിയയെക്കുറിച്ചുള്ള നോട്ടീസ് നമ്മൾ പതിക്കണം.
പോളിംഗ് ഏരിയ ഏതാണ് എന്നുള്ള വിവരം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസിൽ അത് എഴുതിയിട്ടില്ലെങ്കിൽ അത് സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് എഴുതിയിട്ട് നമ്മൾ അവിടെ ഒട്ടിക്കേണ്ടതാണ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക ഫോം 7A അതേ ക്രമത്തിൽ അത് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ പട്ടികയും ആ പട്ടികയോടൊപ്പം ചിഹ്നവും നമ്മൾ എഴുതുകയായിരിക്കും. മിക്കവാറും അങ്ങനെയാ സംഭവിക്കുക. പേര് ക്രമത്തിൽ എഴുതുക, അതിൻ്റെ വലത്തെ ഭാഗത്ത് അവരുടെ ചിഹ്നം എഴുതി വെക്കുക. ഇപ്പോൾ തെങ്ങാണെങ്കിൽ തെങ്ങ് എന്ന് മലയാളത്തിൽ എഴുതുക ചെയ്യുക, ചിത്രം വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ രീതിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക, ആ പട്ടിക ചെയ്യുമ്പോൾ ആ ബാലറ്റ് പേപ്പറിൽ ഏതാണോ ക്രമം ആ ക്രമത്തിൽ തന്നെ, അതേ ക്രമത്തിൽ തന്നെ നമ്മൾ ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക എഴുതണം. അപ്പം 2 നോട്ടീസ് ഡിസ്പ്ലേ ആണ് ഇത് പറയുന്നത്. അപ്പോൾ പോളിംഗ് ഏരിയയെക്കുറിച്ചുള്ള നോട്ടീസ് ഡിസ്പ്ലേ ചെയ്യണം. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക അതേ ക്രമത്തിൽ എഴുതി നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. മറ്റൊന്ന്, മൂന്നാമത്തത്, വോട്ട് ചെയ്യേണ്ട രീതി മനസ്സിലാക്കാൻ EVM ബാലറ്റ് യൂണിറ്റിൻ്റെ മാതൃക ഹാർഡ് ബോർഡിൽ തന്നിട്ടുണ്ടാവും. നമുക്ക് ഒരു കാർഡ് ബോർഡിൽ EVM യൂണിറ്റിൻ്റെ മാതൃക നമുക്ക് തന്നിട്ടുണ്ടാവും. അതും ഡിസ്പ്ലേ ചെയ്യണം. വോട്ട് ചെയ്യുന്നവർ കാണാം, വോട്ടർമാർ വരുമ്പോൾ കാണാൻ വേണ്ടി അതും നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ്. നാലാമത്തത്, മറ്റൊരു നോട്ടീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. നിങ്ങളുടെ അനക്സർ 3 ആ നോട്ടീസ് ഉണ്ടാവും. അതിങ്ങനെയാണ്: നിങ്ങൾ വെബ് ക്യാമറ ബാർ CCTV നിരീക്ഷണത്തിലാണ് എന്ന ഒരു വാചകമുള്ള ഒരു നോട്ടീസ് ഉണ്ടാവും. അതും നിങ്ങൾ പതിക്കണം. നിങ്ങൾ വെബ് ക്യാമറ ബാർ CCTV നിരീക്ഷണത്തിലാണ്. ഇത്രയും നോട്ടീസുകൾ നിങ്ങൾ തലേന്ന് തന്നെ പതിക്കേണ്ടതാണ്. അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം. അപ്പോൾ പോളിംഗ് ഏരിയയെക്കുറിച്ചുള്ള നോട്ടീസ്, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക ക്രമത്തിൽ എഴുതി അത് നോട്ടീസ് പതിക്കണം. വോട്ട് ചെയ്യേണ്ട രീതി മനസ്സിലാക്കാൻ EVM ബാലറ്റിൻ്റെ മാതൃക, അതായത് ബാലറ്റിംഗ് യൂണിറ്റിൻ്റെ BUവിൻ്റെ മാതൃക കാർഡ് ബോർഡിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ പ്രദർശിപ്പിക്കണം. പിന്നെ വെബ് ക്യാമറ CCTV നിരീക്ഷണത്തിലാണ് നിങ്ങൾ എന്ന കാര്യവും നിങ്ങൾ ആ നോട്ടീസൊന്നും നമ്മൾ എഴുതി ഉണ്ടാക്കേണ്ടതല്ല. ആ നോട്ടീസൊക്കെ നിങ്ങൾക്ക് അനക്സർ 3 തന്നിട്ടുണ്ടാവും. ആ തന്നത് വെച്ചിട്ട് ചെയ്താൽ മതി. ഇനി നമ്മൾ യാതൊരു കാരണവശാലും തലേന്നൊന്നും VVPAT ചെക്ക് ചെയ്യരുത്. മോപ്പോളിന് മുമ്പ് എല്ലാം നേരത്തെ മോപ്പോൾ നമ്മൾ അതൊക്കെ നേരത്തെ തന്നെ പരിശോധിച്ച സാധനമാണ് VVPAT എന്ന് പറയുന്നത്. അതിൽ ഏകദേശം 1500ഓളം പ്രിന്റുകൾ ചെയ്യാൻ തക്കവണ്ണ പേപ്പർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 1500 സ്ലിപ്പ് വരെ കട്ട് ചെയ്യാൻ തക്കവണ്ണമുള്ള പേപ്പർ അതിനകത്തുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ചൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. പേപ്പർ ഇൻസേർട്ട് ചെയ്യണമെന്നോ ഒന്നും വിചാരിക്കേണ്ടതില്ല. നമ്മൾ അതിലേക്ക് കടക്കേണ്ടതില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും VVPATും നിങ്ങളുടെ സ്റ്റേഷനിലേക്ക് ഉള്ളതാണോ എന്ന് അഡ്രസ് ടാഗ് നോക്കിയിട്ട് ഉറപ്പുവരുത്തണം. അത് ചെയ്തിരിക്കണം. നിങ്ങളുടെ പോളിംഗ് ബൂത്തിലേക്കാണോ ഈ CU, BU, VVPAT ഇത് മൂന്നും അനുവദിച്ചിട്ടുള്ളത് എന്ന് പിന്നെ അഡ്രസ് ടാഗ് നോക്കിയിട്ട് ഉറപ്പുവരുത്തണം. മറ്റൊന്ന്, കൺട്രോൾ യൂണിറ്റിലെ കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷൻ കൃത്യമായി സീൽ ചെയ്തു എന്ന് നിങ്ങളൊന്ന് ഉറപ്പിക്കുക. വേണമെങ്കിൽ നമ്മളുടെ CUവിലെ ബാറ്ററി ഒന്ന് കണക്ഷൻ കൊടുക്കാതെ തന്നെ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ബാറ്ററിയുടെ സ്റ്റാറ്റസ് എത്ര % ആണ് ഉള്ളത് എന്ന് നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം. അപ്പോൾ CUവിലെ പവർ ഓൺ ചെയ്തിട്ട് ബാറ്ററി സ്റ്റാറ്റസ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ തീരെ വീക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ബാറ്ററി സ്റ്റാറ്റസ് മിക്കവാറും അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഉണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതിനുശേഷം പവർ സ്വിച്ച് ഓഫ് ആക്കാൻ വേണ്ടി മറക്കരുത്. പിന്നെ നമ്മളുടെ ബാലറ്റിംഗ് യൂണിറ്റിൽ ബാലറ്റ് പേപ്പർ, അതായത് വോട്ട് ചെയ്യേണ്ട ബാലറ്റ് പേപ്പർ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. അതാണ്. മറ്റൊന്ന്, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ചെക്ക് ചെയ്യണം. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിന് തുല്യമായ, അതായത് ആ ബാലറ്റിംഗ് യൂണിറ്റിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് എണ്ണത്തിന് തുല്യമായ നീല ബട്ടൺ മാത്രമേ പുറത്ത് കാണാൻ പാടുള്ളൂ. ആ നീല ബട്ടൺ അകത്താണ് നമ്മൾ ഈ വോട്ടർ വിരൽ വെച്ച് പ്രസ് ചെയ്യേണ്ടത്. ആ നീല ബട്ടണിൽ പേരേൽ പ്രസ് ചെയ്താൽ വോട്ടാവില്ല, വേറെ എവിടെ പ്രസ് ചെയ്താലും വോട്ടാവില്ല. ആ നീല ബട്ടണിൽ തന്നെ പ്രസ് ചെയ്യുമ്പോഴാണ് വോട്ടാവുന്നുള്ളൂ. അപ്പോൾ സ്ഥാനാർത്ഥികൾ 10 പേരുണ്ട്, ആ 10 നീല ബട്ടൺ തന്നെ ഉണ്ടാവുള്ളൂ, ബാക്കി മറച്ചിട്ടുണ്ടാവും. അത് നിങ്ങളൊന്ന് ഉറപ്പിക്കണം. മാത്രം ഇനി നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ, മഷി ഉണ്ടോ, പാഡ് ഉണ്ടോ, ഇലക്ട്രോള്, വർക്കിംഗ് കോപ്പി, അങ്ങനെ ഇതെല്ലാം ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം.
മാത്രമല്ല വോട്ടർ പട്ടികയോടൊപ്പം ഈ പുതിയ ഇതിൽ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇലക്ഷനിൽ ഇല്ലാത്ത ASD ലിസ്റ്റ് ഉണ്ട്. അത് ഞാൻ കൃത്യമായിട്ട് ASD ലിസ്റ്റിനെ പറ്റി അടുത്ത വീഡിയോ പറയുന്നുണ്ട്. പിന്നെ ടെൻഡേഡ് ബാലറ്റ് പേപ്പർ നോക്കണം. അങ്ങനെ എല്ലാം ഈ പറയുന്ന അനക്സർ 3യിൽ പറയുന്ന എല്ലാം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് ഉറപ്പിക്കണം. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് പോളിംഗ് തലേന്ന് ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നിന്ന് നമ്മൾ പോളിംഗ് സ്റ്റേഷനിലെത്തി. ആ പോളിംഗ് സ്റ്റേഷനിൽ നമ്മൾ 4 പേരുണ്ട്. ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 3 പോളിംഗ് ഓഫീസർമാരുമുണ്ട്. അവരെല്ലാം കൂടി ചെയ്യേണ്ട ജോലികളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ബൂത്ത് സെറ്റ് ചെയ്യണം, അതേപോലെ 4 നോട്ടീസുകൾ ഡിസ്പ്ലേ ചെയ്യാനുണ്ട്, ബാക്കി വയറുകൾ, കോഡ് വയറുകളൊക്കെ കണക്ട് ചെയ്ത് നമുക്കറിയാമല്ലോ. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു, ഒരു വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കടക്കുമ്പോൾ വോട്ടറുടെ വലതുഭാഗത്ത് വലത് കൈ വരുന്ന ഭാഗമാണ് ബാലറ്റിംഗ് യൂണിറ്റ് വെക്കേണ്ടത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത്, വലതുഭാഗം എന്നുള്ള അർത്ഥമല്ല, വലത് കൈക്ക് ലെവലായിട്ട് വേണം കമ്പാർട്ട്മെൻറ്റിലേക്ക് കടക്കുമ്പോൾ ബാലറ്റിംഗ് യൂണിറ്റ് വെക്കേണ്ടത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് VVPAT. അതും കഴിഞ്ഞ് 3rd പോളിംഗ് ഓഫീസറുടെ കൺട്രോളിലാണ് എന്തുണ്ടാവുക, ഈ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരിക്കുക. അപ്പോൾ കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള വയറുകൾ ഇങ്ങനെ കിടക്കുക, അങ്ങ് വരെ കിടക്കണം. അപ്പോൾ ഈ വയറിങ് കണക്ഷൻ എന്നാന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് മുമ്പോട്ടാണ്. ഏറ്റവും അവസാനം, അതായത് ബാലറ്റിംഗ് യൂണിറ്റിലെ വയറ്, ആ കേബിള് VVPATൻ്റെ ബാക്കിൽ നമ്മൾ കണക്ട് ചെയ്യണം. VVPATൻ്റെ കേബിള് കൺട്രോൾ യൂണിറ്റിലാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ പുറകിൽ നിന്ന് മുമ്പോട്ടാണ് വരുന്നത്. ബാലറ്റിംഗ് യൂണിറ്റ്, VVPAT, കൺട്രോൾ യൂണിറ്റ്, ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. അപ്പോൾ ആദ്യം കണക്ഷൻ തുടങ്ങേണ്ടത് പിന്നെ നമ്മൾ എവിടെയാണ് തുടങ്ങേണ്ടത്? ബാലറ്റിംഗ് യൂണിറ്റിലെ കേബിളാണ് VVPATൻ്റെ പുറകിൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്, അല്ലെ പ്ലഗിൽ കുത്തേണ്ടത്. ആ കുത്തുന്ന സമയത്ത് കറുപ്പ്, ചുവപ്പ്, ആ കളറൊക്കെ നമ്മൾ ചെക്ക് വേണം. ആ കളറിനനുസരിച്ചാണ് നമ്മൾ ഇതിലേക്ക് കുത്തുന്നത്, പ്ലഗ് ചെയ്യുന്നത്. ആ പ്ലഗ് ചെയ്യുന്ന സമയത്ത് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ തിരിച്ചൂരുന്ന സമയത്ത് ഇവിടെ 2 ആ പ്ലഗിലൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം വലിക്കാൻ. അല്ലെങ്കിൽ അത് വയറ് മാത്രം ചിലപ്പോൾ ഇങ്ങ് പോരും, അങ്ങനെ ബലം പ്രയോഗിച്ച് വലിച്ചാൽ. അപ്പോൾ ഒന്ന് അമർത്തി 2 സൈഡിലും വിരൽ ഉപയോഗിച്ച് ആ പ്ലഗിൽ അമർത്തിയിട്ട് ഇങ്ങ് വലിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ രീതിയിൽ കേബിളുകൾ എവിടം മുതൽ എവിടം വരെ ഉണ്ട്? ബാലറ്റിംഗ് യൂണിറ്റ്, VVPAT, പിന്നെ CU വരെ, കൺട്രോൾ യൂണിറ്റ് വരെ, ഈ പിന്നെ 3rd പോളിംഗ് ഓഫീസറുടെ നിയന്ത്രണത്തിലുള്ള കൺട്രോൾ യൂണിറ്റ് വരെ ആ കേബിളുകൾ ഇങ്ങനെ കിടക്കുക നിലത്തൂടി. അപ്പോൾ അത് യാതൊരു കാരണവശാലും ആർക്കും ഡിസ്റ്റർബൻസ് ആവരുത്, ആരുടെയും കാലിൽ അത് തട്ടിപ്പോവരുത്. അതെല്ലാം ഒഴിവാക്കി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് ഒട്ടിച്ചു വെക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഭദ്രമായിട്ട് ചുരുട്ടി ഒട്ടിച്ചു വെക്കണം. ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെ VVPATനെ കുറിച്ച് കൂടി ഇതിൽ പറയാം. നമ്മൾ സ്ഥിരമായിട്ട് ഇത് കേൾക്കുന്ന സാധനമാണ്. ഇതിൻ്റെ പൂർണ്ണരൂപം, VVPATൻ്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്നാണ്. അതായത് ലളിതമായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്ത വോട്ട് ശരിയായ സ്ഥാനാർത്ഥിക്കാണോ ലഭിച്ചത് എന്ന് നേരിട്ട് ബോധ്യപ്പെടാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണിത്. VVPAT എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ താഴെ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും. എന്തൊക്കെയാ? നിങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെയുള്ള ബട്ടൺ അമർത്തുന്നു. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന് നേരെയുള്ള ബട്ടൺ, ആ നീല ബട്ടൺ അമർത്തി കഴിയുമ്പോൾ അന്നേരം അതിൻ്റെ ബട്ടൺ അമർത്തിയ ഉടൻ തന്നെ EVMനോട് ചേർന്നിരിക്കുന്ന VVPAT മെഷീൻ്റെ സ്ക്രീനിൽ ഒരു പേപ്പർ സ്ലിപ്പ് തെളിയും. അത് നമുക്ക് ഈ പേപ്പറിൽ നിങ്ങൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയുടെ ക്രമ നമ്പർ, പേര്, ചിഹ്നം എന്നിവ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിക്കാണോ വോട്ട് ചെയ്തത്, അല്ലെ വിരൽ അമർത്തിയിരിക്കുന്നത്, ആ സ്ഥാനാർത്ഥിയുടെ ക്രമ നമ്പർ, എവിടുത്തെ ക്രമ നമ്പർ? ഈ വോട്ട് ചെയ്യുന്ന ബാലറ്റ് പേപ്പറിലെ ക്രമ നമ്പറാണ്. ആ ക്രമ നമ്പർ ഉണ്ടാവും, അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവും, അദ്ദേഹത്തിൻ്റെ ചിഹ്നവും രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സ്ലിപ്പ്. ഈ സ്ലിപ്പ് നമ്മൾ VVPATന് ഒരു സുതാര്യമായ വിൻഡോ ഉണ്ട്, ഗ്ലാസ് പോലെയുള്ള ഒരു വിൻഡോ. ആ ഗ്ലാസ് പോലെയുള്ള വിൻഡോയിലൂടെ നമ്മൾ ഇതിൻ്റെ അകവശം കാണാം. ആ അകത്തുള്ള ഈ പ്രിന്റ് 7 സെക്കൻഡ് സമയം അങ്ങനെ തന്നെ നിൽക്കും.
ആ 7 സെക്കൻഡ് സമയം കൊണ്ട് ഈ ചെയ്ത വോട്ടർക്ക് ആ സ്ക്രീനിലൂടെ, ആ സുതാര്യമായ ഗ്ലാസ് പ്ലേറ്റിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കാണ്, നമ്മൾ ചെയ്ത ആൾക്ക് തന്നെയാണോ, ഇന്നയാൾ ചെയ്ത ആൾക്ക് തന്നെയാണോ അവിടെ വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അത് രേഖപ്പെടുത്തിയ സ്ലിപ്പാണ് ഈ വിവിപാറ്റ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ 5ാമത്തെ സ്ഥാനാർത്ഥിക്ക് ആ വോട്ട് രേഖപ്പെടുത്തിയെങ്കിൽ 5 എന്നുണ്ടാവും, അദ്ദേഹത്തിൻ്റെ പേരുണ്ടാവും, അദ്ദേഹത്തിൻ്റെ ചിഹ്നവും ആ സ്ലിപ്പിലുണ്ടാവും. 7 സെക്കൻഡ് കഴിയുമ്പോൾ ഈ സ്ലിപ്പ് തന്നെ മുറിഞ്ഞിട്ട് ബോക്സിലേക്ക് വീഴും, പിന്നെ കാണാൻ പറ്റില്ല. അപ്പൊ സ്ഥാനാർത്ഥിക്ക് നോക്കിക്കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കാണാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് മുറിഞ്ഞ് മെഷീനുള്ളിലെ സീൽ ചെയ്ത പെട്ടിയിലേക്ക് വീഴുകയാണ്. എന്നാൽ ഈ സ്ലിപ്പ് വോട്ടർക്ക് വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ആ ബോക്സിൽ തന്നെ സീൽ ചെയ്ത് അത് അവിടെ കിടക്കുകയാണ്. വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് നടക്കുന്നു എന്ന പരാതികൾ പരിഹരിക്കാൻ ഈ സ്ലിപ്പ് സഹായകമാവുന്നുണ്ട്. 2, വോട്ട് കൃത്യമായി രേഖപ്പെടുത്തിയെന്ന് വോട്ടർക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം. അതാണ് നേരിട്ട് അദ്ദേഹത്തിന് ഞാൻ അമർത്തിയത് ചിഹ്നമൊക്കെ കണ്ടു, പക്ഷേ അമർത്തിയ അത് തന്നെയാണോ ഉറപ്പില്ല, പക്ഷെ ഇതിൽ നോക്കിയാൽ മതി. ഇനി വോട്ടെണ്ണൽ സമയത്ത് എന്തെങ്കിലും തർക്കം ഉണ്ടായാൽ ഈ EVM-ലെ വോട്ടുകളും വിവിപാറ്റിലെ പേപ്പർ സ്ലിപ്പുകളും തമ്മിൽ ഒത്തുനോക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കും. അപ്പോൾ അവിടെ വോട്ടെണ്ണ സമയത്ത് എന്തെങ്കിലും തർക്കം ഉണ്ടായില്ല, അത് ഇത്രയല്ല അത്രയാന്ന് പറഞ്ഞാൽ നമ്മൾ വിവിപാറ്റിലെ സ്ലിപ്പ് കൃത്യമായി സീൽ ചെയ്ത് നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. ആ സീൽ ചെയ്ത് കൊടുക്കുന്ന വിവിപാറ്റ് സ്ലിപ്പ് എണ്ണി നോക്കിയാൽ മതി. അപ്പുറത്തുള്ള വോട്ടിന് തുല്യം തന്നെയായിരിക്കും, ഓരോരുത്തർക്കും കിട്ടിയ വോട്ടിന് തുല്യം തന്നെയായിരിക്കും ഇവിടെയുള്ള ഈ വിവിപാറ്റ് മെഷീനിലെ സ്ലിപ്പുകളുടെ എണ്ണവും ഒക്കെ തുല്യമായിരിക്കും. ഈ രീതിയിൽ നമുക്ക് ഈ വിവിപാറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടർമാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഫിസിക്കൽ റെസീറ്റാണ് ശരിക്കും വിവിപാറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ആദ്യത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിവിപാറ്റ് പരിചയമില്ലാത്തവരുണ്ടാവാം, ബാക്കിയൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോസൊക്കെ തന്നെ ഞാൻ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ തന്നെ പ്ലേലിസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ മുഴുവനായിട്ടും നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അതാണ് പറയാനുള്ളത്. കഴിവതും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യത്തെ വീഡിയോ ആണ്. അതിനുശേഷം ഈ ഫോംസൊക്കെ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ രീതിയിലുള്ള ബാലറ്റ് പേപ്പർ അക്കൗണ്ട്, അതായത് 17C കാര്യമായ വ്യത്യാസം ഇവിടെയുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു വ്യത്യാസം ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ തദ്ദേശ ഭരണത്തിലെ പോലെ അല്ലാതെ ഉണ്ട്, കുറേ കാര്യങ്ങളിൽ മാറ്റമുണ്ട്. അത് എല്ലാവരും നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് ഫോം ഫില്ല് ചെയ്യുന്നതടക്കം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അതിന് നടക്കുമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും എല്ലാം കൂടി ഒരു 3-ാം തീയതി 4-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ അതും ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. അല്ലാതെ നമ്മൾ ഗ്രൂപ്പുകളിൽ തന്നെ ഇത് വരും, നോക്കിയാൽ മതി. അപ്പോൾ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.